EMSന്റെ ജനവിരുദ്ധ ഇടത് സർക്കാരിനെതിരെ കേരളത്തിൽ നടന്ന വിമോചന സമരവും അതിനെ കമ്മ്യൂണിസ്റ്റുകൾ തോക്കുകൊണ്ട് ക്രൂരമായി അടിച്ചമർത്തിയതും കേരള ചരിത്രത്തിലെ അവിസ്മരണീയമായ പോരാട്ട ചരിത്രമാണ്. ആന്ധ്ര ആര്യ കുംഭകോണത്തിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് EMS മുഖ്യമന്ത്രിയായ ഭരണപക്ഷവും PT ചാക്കോ നേതാവായ പ്രതിപക്ഷവും തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ കൊടുമ്പിരികൊണ്ടിരിക്കുമ്പോഴാണ് ക്രൈസ്തവ ഹൈന്ദവ മാനേജ്മെന്റുകളടങ്ങുന്ന കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഉടമകളെ സമ്മർദ്ദത്തിലാക്കുന്ന അശാസ്ത്രീയ വിദ്യാഭ്യാസ ബില്ലും പിന്നെ അശാസ്ത്രീയമായ കാർഷിക ഓർഡിനൻസുമായി EMS സർക്കാർ രംഗത്ത് വരുന്നത്. തുടർന്നുണ്ടായ പ്രക്ഷോഭത്തിൽ മന്നത്ത് പത്മനാഭൻ നയിച്ച NSSുമായി ചേർന്ന് ക്രൈസ്തവ സമൂഹം നയിച്ച വിമോചന സമരത്തിൽ സർക്കാരിന്റെ ക്രൂരമായ അടിച്ചമർത്തൽ മുറകളിൽപ്പെട്ട് പൊലിഞ്ഞില്ലാതായത് അനേകം ക്രൈസ്തവരുടെ ജീവിതങ്ങളായിരുന്നു. അതിലെ ഏറ്റവും നിർണായകമായ ഒരു ഏട് തന്നെയായിരുന്നു അങ്കമാലിയിൽ നടന്ന വെടിവെപ്പ്. ഇടത് സർക്കാരിന്റെ സാമുദായികവും ജനവിരുദ്ധവുമായ നയങ്ങൾക്കെതിരെ കേരളം ഒട്ടുക്കും നടന്ന സമരത്തെ കിരാതമായിട്ടാണ് സർക്കാർ നേരിട്ടത്. 1969 ജൂൺ 13 രാത്രി 10 മണിയോടടുത്താണ് അങ്കമാലിയിൽ വെടിവെപ്പുണ്ടായത്. അന്ന് 32 തവണയാണ് പോലീസ് വെടിയുതിർത്തത്. 5 പേർ സംഭവസ്ഥലത്തും 2 പേർ ആശുപത്രിയിലുമായി മരിച്ചു. കാലടി മാടശ്ശേരി ദേവസി, കൈപ്പട്ടൂർ കൊച്ചാപ്പിള്ളി പാപ്പച്ചൻ, കൊറ്റമം കോലഞ്ചേരി പൗലോസ്, മുക്കടപ്പള്ളൻ വറീദ്, കൊഴുക്കട്ട പുതുശ്ശേരി പൗലോ, ചെമ്പിശ്ശേരി വറീദ്, കുരിപ്പറമ്പൻ വറീദ് എന്നിങ്ങനെ 7 ധീരന്മാരായ ക്രൈസ്തവരാണ് അന്ന് മരിച്ചു വീണത്. 45ഓളം പേർക്ക് വെടിവെപ്പിൽ പരിക്കേൽക്കുകയും ചെയ്തു. അടുത്ത ഞായറാഴ്ച ആ ധീരന്മാരുടെ ചേതനയേറ്റ ശരീരങ്ങൾ വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ അങ്കമാലി സെന്റ് ജോർജ് സീറോ മലബാർ ബസിലിക്കയിലെ സെമിത്തേരിയിൽ സംസ്കരിച്ചു. അന്നത്തെ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാറേക്കാട്ടിൽ സംസ്കാര കർമ്മത്തിൽ പങ്കെടുക്കുമ്പോൾ അങ്കമാലി കല്ലറിയിൽ ഞങ്ങളുടെ സഹോദരരുണ്ടെങ്കിൽ ആ കല്ലറിയാണെ കട്ടായം പകരം ഞങ്ങൾ ചോദിക്കും എന്ന് രോഷാകുലരായ ജനക്കൂട്ടം വിളിച്ചു പറഞ്ഞത് കേരള സംസ്ഥാനത്തെ മുഴുവൻ പ്രകമ്പനം കൊള്ളിക്കുകയും വിമോചന സമരം സംസ്ഥാനം മുഴുവൻ ശക്തിയാർജിക്കുകയും ചെയ്തു. നായർ സമുദായാചാര്യൻ മന്നത്ത് പത്മനാഭൻ അങ്കമാലിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് നടത്തിയ സമരജാഥയിലും അങ്കമാലി കല്ലറിയിൽ ഞങ്ങളുടെ സഹോദരരാണെങ്കിൽ എന്ന മുദ്രാവാക്യം മാറ്റൊലികൊണ്ടുതന്നു എന്നതാണ് ചരിത്രം. പിന്നീട് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വെടിവെപ്പുണ്ടായി. ജൂൺ 14 പുല്ലുവിളയിലും വെട്ടുകാടും ചെറിയ തുറയിലും തുടർന്ന് മീൻപുഴയ്ക്കലുമെല്ലാം സമരക്കാരായ ക്രൈസ്തവർക്ക് നേരെ സർക്കാരിന്റെ പോലീസ് ക്രൂരമായി വെടിയുതിർത്തു. നിരവധി ക്രൈസ്തവരാണ് ആ വെടിവെപ്പിലെല്ലാം രക്തസാക്ഷികളായത്. ജൂലൈ 3 പുതിയ തുറയിൽ വെടിവെപ്പിൽ ഫ്ലോറി എന്ന ഗർഭിണി കൊല്ലപ്പെട്ടു. ഇതോടെ ആളിപ്പടർന്ന വിമോചന സമരത്തിന്റെ 51ാമത്തെ ദിവസം പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു EMS സർക്കാരിനെ പിരിച്ചുവിട്ടുകൊണ്ട് സമരം പര്യവസാനിപ്പിച്ചു. ഈ കാലഘട്ടത്തിൽ ക്രൈസ്തവർ നിഷ്ക്രിയരും മടിയന്മാരുമായി സ്വന്തം അവകാശങ്ങൾ പോലും ചോദിച്ചു വാങ്ങാൻ കഴിവില്ലാത്തവരായി പലയിടത്തു നിന്നും പിൻവാങ്ങുമ്പോൾ അങ്കമാലി അടക്കമുള്ള പടക്കളത്തിൽ നമുക്കുവേണ്ടി ചുടുചോറ് ചിന്തിയ ആ ധീര രക്തസാക്ഷികളുടെ ഓർമ്മകൾ ക്രൈസ്തവർക്ക് നൽകുന്നത് ചെറുതല്ലാത്ത ഉത്തരവാദിത്വവും ആവേശവുമാണെന്ന കാര്യം നാം മറന്നുകൂടാ.